തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. 60 വയസ്സുള്ള ദാസിനിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:15 അപകടം. ഒറ്റശേഖരമംഗലത്ത് നിന്ന് മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 49 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ആംബുലൻസിന് വഴി കൊടുക്കുന്നതിനിടെ ബസ് മറിഞ്ഞ് എന്നാണ് പ്രാഥമിക നിഗമനം. ബസ് ഡ്രൈവർ അരുൾദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയ ഇയാളെ വലിയ വിളപ്പുറത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ ഇപ്പോൾ എവിടെയാണുള്ളത്? വലിയ വിവാദമായിരുന്നു. കാരണം സ്ഥിരം അപകട മേഖലയാണ് ഈ പ്രദേശം എന്നൊക്കെ നാട്ടുകാർ രോഷത്തോടു കൂടി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ഈ ഡ്രൈവറെ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? ഇയാൾ ഓടിപ്പോയിരുന്നല്ലോ. പരിക്കേറ്റവരുടെ നിലയൊക്കെ എങ്ങനെയുണ്ട്? പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ബസ് അപകടമുണ്ടായ ഈ സ്ഥലത്താണ്. ഈ കാണുന്ന സ്ഥലത്താണ് ഈ എൻ്റെ തൊട്ടു പിന്നിലായി കാണുന്ന ഇതൊരു വലിയ വളവാണ്. ഇവിടെ ഈ ഒരു റോഡെന്ന് പറയുന്നത്, അതായത് ഈ പഴകുറ്റിയിൽ നിന്ന് MC റോഡിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിറയെ വളവുകളും തിരിവുകളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതുമാത്രമല്ല, ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി തന്നെ റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് ഇഴങ്ങി നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു മേഖലയിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ റോഡിൽ ഈ ടാറിംഗ് ഒക്കെ തന്നെ 2 ലെയറായിട്ടാണ് കിടക്കുന്നത്. അതാണ് ഈ നാട്ടുകാർ ഒരു അപകട കാരണമായൊക്കെ തന്നെ ഇന്നലെ പറയുന്നത്. എന്തായിരുന്നാലും ഈ ഒരു അപകടത്തിൽ ഇന്നലെ രാത്രി ഏകദേശം 8:30 മണിയോട് കൂടിയാണ് ഈ കാട്ടാക്കട ഒറ്റശേഖരമംഗലത്ത് നിന്ന് ഈ സമീപത്തുള്ള കുറച്ച് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചത്. ആ ഒരു യാത്രയാണ് 10:15 കൂടി ഇവിടെ വെച്ച് അവസാനിക്കുകയും ഒരു ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. അതിനുശേഷം ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. കാരണം റോഡിൻ്റെ ഈ ഒരു ശോചനീയാവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു. ജനപ്രതിനിധികൾക്ക് നേരെ വരെ ആ ഒരു രോക്ഷം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടെ വലിയ ഒരു ടേണിംഗ് ആണ്. അപ്പോൾ ആ ഒരു വളവ് തിരിഞ്ഞ് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ റോഡിലും കൂടി നമുക്ക് രാത്രി ആയതുകൊണ്ട് ഈ വെട്ടക്കുറവ് കൊണ്ട് തന്നെ കാണിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് 2 ലെയറായിട്ടാണ് ഈ ഒരു റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കയറി വരുന്ന സമയത്ത് അവർക്ക് ഗ്രിപ്പ് കിട്ടുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. അതും കൂടി അപകട കാരണമായി പറയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഈ അപകട സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ എത്തിയവർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവർ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ അവിടെ ഇല്ലായിരുന്നു. വാഹനത്തിൻ്റെ ഡ്രൈവറിനെ പിന്നീട് ആദ്യം ഈ അപകടത്തിൽപ്പെട്ടവരെ എത്തിച്ച നെടുമങ്ങാട് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഡ്രൈവറിനെ തിരങ്ങിയിരുന്നുവെങ്കിൽ പോലും ഡ്രൈവറിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഡ്രൈവർ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതൊക്കെ തന്നെ നാട്ടുകാരും കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഈ രാത്രിയോടുകൂടി ഇദ്ദേഹം ഇവിടെ നിന്ന് ഈ അപകടം നടന്നതിന് ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കാട്ടാക്കട എത്തി അവിടെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പരിക്ക്, ഈ അദ്ദേഹത്തിന് കണ്ണിൻ്റെ പുരുകത്ത് മാത്രമാണ് പരിക്കുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ ആ ഒരു ആശുപത്രിയിലും കാണിച്ച ശേഷം പിന്നെ വലിയ തിരുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത്. അവിടെ നിന്നാണ് രാത്രിയോടുകൂടി പോലീസ് പിടികൂടിയത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരു വാഹനത്തെ മറികടന്ന് വന്ന സമയത്ത് ഈ ഒരു വളവിലെത്തിയപ്പോൾ ഒരു ആംബുലൻസ് വന്നു. ആംബുലൻസിൻ്റെ വെട്ടം കണ്ണിലടിച്ച് അങ്ങനെ വാഹന നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു എന്നാണ് ഡ്രൈവർ MVDക്കൊക്കെ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. ഇന്നലെ നിങ്ങൾ ഈ അപകട സമയത്തൊക്കെ തന്നെ ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചിരുന്നതാണ്. അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാണ് ആ ഒരു അപകടം നടന്നതെന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അത് ഞങ്ങൾ അവിടെ നിന്ന് ഇത് അറിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് ഹൈ സ്പീഡ് എന്നാണ് പറയുന്നത്. പിന്നീട് ഈ റോഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളവ് പണി ചെയ്ത് ഇപ്പോൾ ക്ലിയർ ആക്കിയപ്പോൾ ആദ്യത്തെക്കാലം വളവുകളുടെ എണ്ണം കൂടി. വളവുകളുടെ എണ്ണവും പിന്നീട് ഈ നേരത്തെ പറയുന്ന പോലെ ലെയറുകളൊന്നും കറക്റ്റ് അല്ല. പിന്നീട് ഇവിടെ നിന്ന് ഇപ്പം നെടുമങ്ങാട്ടേക്ക് പോകുന്ന ഒരാൾക്ക് ഒരു ബമ്പിൽ ഇടിച്ചിടിച്ചാണ് പോകാൻ പറ്റുന്നത്. അങ്ങനെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ റോഡ് പണി നടക്കുന്നത്. ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അതാണ് ഒരു പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെ പ്രതിഷേധം ഉണ്ടായി. ഇന്നലെ മന്ത്രി വന്നപ്പോഴും പിന്നീട് MP A റഹീം വന്നപ്പോഴും ഒക്കെ ഇവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് കൂകി വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നത്. കാരണം ഇതിൻ്റെ അശാസ്ത്രീയമായ രീതി, പിന്നെ വളവുകളുടെ എണ്ണം കൂടുതലാണ്. പിന്നെ ഇത് ഇപ്പോൾ കാട്ടാക്കട ഭാഗത്ത് നിന്ന് വണ്ടി 1 മണിക്കൂറായിട്ട് ആയതേ ഉള്ളൂ. അവർ മൂന്നാർ ഭാഗത്തേക്ക് പോയതാണ്. പക്ഷേ ഇവർ പറയുന്നത് ഭയങ്കരമായ സ്പീഡെന്നാണ് പറയുന്നത്. ആ സ്പീഡിൽ വന്നു. പിന്നെ അതുപോലെ ഡ്രൈവർ ആ സമയത്ത് തന്നെ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പൂജ, അത് തന്നെയാണ്. അതായത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അതുപോലെ വാഹനത്തിൻ്റെ അമിത വേഗതയുമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയതെന്നാണ് നാട്ടുകാരും പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു റോഡെന്ന് പറയുന്നത് പഴകുറ്റിയിൽ നിന്ന്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്ന് പാലോട്, കാട്ടാക്കട, വെള്ളനാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ MC റോഡിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത്. ഇത് പഴകുറ്റിയിൽ നിന്ന് തിരിഞ്ഞ് ഈ വെമ്പായം എത്തിച്ചേരുന്ന വഴിക്ക് തന്നെ ഏകദേശം 50ഓളം വളവുകൾ തന്നെ ഈ ഒരു വളരെ ചുരുങ്ങിയ ദൂരത്ത് തന്നെയുണ്ട്. അതൊരു വളവ് മറികടന്ന് വന്ന്
നിന്ന് വാഹനങ്ങൾക്ക് അതിൻ്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വളവ് കൂടി അവർക്ക് കയറേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു റോഡാണ്, നിറയെ വളവും തിരിവുമുള്ള ഒരു റോഡിൽ ഇത്തരത്തിലുള്ള ഈ അശാസ്ത്രീയമായ നിർമ്മാണം കൂടി വരുമ്പോൾ അവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രിക്കുന്നതിനൊക്കെ തന്നെ ഡ്രൈവർമാർ അമിത വേഗതയിലാണ് എന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് എക്സാക്ട് അപകടം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് MVDയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും അറിയുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമിത വേഗതയിലായിരുന്നു എന്ന് ഡ്രൈവറും മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ്. പൂജ അത് തന്നെയാണ്. ഇന്നലെ തന്നെ ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിനാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ശ്രദ്ധ കൊടുത്ത എല്ലാവരും അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ വാഹനം ഇവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തിയതും പിന്നീട് വാഹനം സ്റ്റാർട്ടാകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത് തന്നെ പിന്നീട് വാഹനം മാറ്റുകയുണ്ടായി. പക്ഷേ വാഹനം ഇവിടെ നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ MVDയുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. വാഹനത്തിന് മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പോലീസ്, പ്രത്യേകിച്ച് ഈ ഡ്രൈവർ ഇവിടെ നിന്ന് കാണാതായതിനെ തുടർന്ന് ഡ്രൈവറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി ക്ലീനറായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന ആളിനെ പോലീസ് നെടുമങ്ങാട് ആശുപത്രിയിൽ വെച്ച് കണ്ടെത്തിയിരുന്നു. അവിടെ കൃത്യമായി വിഷ്ണു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. വാഹനം ഈ ഒരു വളവ് തിരിഞ്ഞ് അടുത്ത ഒരു വാഹനത്തെ, അതായത് ആദ്യത്തെ വളവിൽ നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്ന് വന്നപ്പോഴേക്കാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്ന് കയറിയത്. ആംബുലൻസ് വന്ന് കയറിയപ്പോൾ ആ ഒരു വെട്ടം ഡ്രൈവറിൻ്റെ കണ്ണിലേക്ക് അടിച്ചു. അപ്പോൾ വാഹനത്തിൻ്റെ അമിത വേഗത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാഹനം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഈ വളവിലോട് ചേർന്ന് പിടിച്ചു. പെട്ടെന്ന് ബ്രേക്കും കൂടി ചെയ്തപ്പോഴത്തേക്ക് വാഹനം അവിടെ നിന്ന് മറിയുകയായിരുന്നു എന്നാണ് ഇന്നലെ ഈ വാഹനത്തിൻ്റെ സഹായിയായിട്ടുള്ള വിഷ്ണുവും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ വാഹനത്തിൽ ഡ്രൈവറെ കാണാനില്ലായിരുന്നു. അത് തന്നെ അവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. തുടർന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് വിചാരിച്ചിരുന്നത് ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ തിരക്കിയപ്പോഴും അവിടെ ഡ്രൈവർ ഇല്ലായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരക്കി, അവിടെ ഇല്ലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരാൾ ഈ സമീപത്തുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ്, ഈ വെഞ്ഞാറമൂടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന് പറഞ്ഞു. അത് ഡ്രൈവറാകാമെന്ന് കരുതി അവിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതും ഡ്രൈവറല്ലായിരുന്നു. തുടർന്നാണ് ഈ പോലീസ് പരിശോധിച്ചപ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ ഈ കാട്ടാക്കട എത്തുകയും കാട്ടാക്കട ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കണ്ടെത്തിയത്. രാത്രിയോടുകൂടി തന്നെ ഈ ഡ്രൈവറായിട്ടുള്ള അരുൾദാസിനെ പോലീസ് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയ സമയത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ MVDയോട് കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വാഹനത്തിന് അമിത വേഗതയുണ്ടായിരുന്നു, അതുപോലെ തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ അമിത വേഗത്തിലെത്തിയ വാഹനം ഈ ആംബുലൻസ് കൂടി കടന്നു വന്നതോടെ ആ വെട്ടം കൂടി രാത്രിയിൽ ഡ്രൈവറിന്റെ കണ്ണിലേക്ക് പതിച്ചതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് ഈ ഡ്രൈവർ ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു, ആംബുലൻസിന് വഴി കൊടുക്കുന്നതിനിടെ മറിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ ആ റോഡിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നാട്ടുകാരും ഇപ്പോൾ വലിയ പരാതി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അപകട മേഖലയാണ്, അശാസ്ത്രീയ നിർമ്മാണം തുടങ്ങിയ പല കാര്യങ്ങളെ സംബന്ധിച്ചും നാട്ടുകാരും രോഷത്തോടു കൂടിയാണ് ഈ നിമിഷം അത്രയും സംസാരിക്കുന്നത്. ഒരു മരണമാണ് ഈ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ സംഭവിച്ചത്, ബാക്കിയുള്ളവർ ചികിത്സയിലാണ്. അപകടം നടന്ന സ്ഥലത്തു നിന്നുമാണ് ജിബിൻ JB ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത്.